ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വന്നിരിക്കാനാണ്. അപ്പോൾ എന്താണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ, നമ്മൾ പാർട്ട് 1 ഒരു വീഡിയോ ഇട്ടായിരുന്നു, എന്താ വെച്ചാൽ വണ്ടിയുടെ രജിസ്ട്രേഷനും പെയിൻറ്റിങ്ങും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫൈനൽ ഔട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടി പെയിൻറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഷോട്ടൊന്നും കണ്ടിന്യൂ ഇടാൻ പറ്റിയില്ല, ടൈമൊന്നും ഇല്ലായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് വീഡിയോ ഒക്കെ ചെയ്യുന്നതായിരിക്കും. ഒത്തിരി നാളായി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഏകദേശം ഈ 2025 നമ്മൾ ആദ്യത്തെ വീഡിയോ ആണെന്ന് തോന്നുന്നു. നമ്മളല്ലാതെ ഷോട്ടൊക്കെ ഇടും. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരൊക്കെ ഒന്ന് കാണുക. പിന്നെ നമ്മുടെ വണ്ടി ഫുള്ള് സെറ്റായി ഇറങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത് വീഡിയോ ഫുള്ള് ഞാൻ കാണിച്ചു തരാം, ഡീറ്റെയിലിങ് ചെയ്ത് എന്തൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഏതായാലും വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, ഫൈനലി ഇതാണ് നമ്മുടെ വണ്ടി കേട്ടോ. സെറ്റ് അടിപൊളിയല്ലേ? എങ്ങനെയുണ്ട് ഈ കളറും കാര്യങ്ങളൊക്കെ? അപ്പോൾ ഗൈസ്, നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ എടുത്ത് കളഞ്ഞു, സ്റ്റിക്കറും അതുപോലെ തന്നെ അങ്ങനെയുള്ള ഐറ്റമൊക്കെ കളഞ്ഞ് നമ്മൾ പ്ലെയിൻ ആക്കി വെച്ച് കാണാം കേട്ടോ ഇപ്പം. അപ്പോൾ നല്ല ഡീറ്റെയിലിംഗ് ആയിട്ടാണ് നമ്മൾ കളറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഇതാ നോക്കിയേ, ഫ്രണ്ട് ഫുള്ള് ഈ ഒരു രൂപത്തിൽ നല്ല രീതിയിൽ ഫിനിഷ് ചെയ്ത് പുട്ടിയൊക്കെ ഇട്ടാണ് ചെയ്തിട്ടുള്ളത്. ബാക്കിൽ നമ്മുടെ ആ ഒരു ഓട്ടോയുടെ സൈഡ് വെച്ച ആ ഒരു ഭാഗങ്ങളൊക്കെ നല്ല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ചേതക്കിൻ്റെ മോഡൽ ഷേപ്പിംഗ് ഒക്കെ ചെയ്തത് നമ്മൾ എന്ത് ചെയ്തു, നല്ല രീതിയിൽ പുട്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെഡ്ലൈറ്റിന് അവിടെ സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി. ഫ്രണ്ടിലാണെങ്കിൽ നമ്മുടെ ടയറെന്ന് പറഞ്ഞാൽ റെഡാണ് കേട്ടോ, പെയൽ റെഡ് കളറാണ്. അത്യാവശ്യം നേരെ കാണുമ്പോൾ അടിപൊളിയാണ്, നല്ല കളറങ്ങിയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ക്യാമറയിൽ കണ്ടിട്ടാന്ന് തോന്നി ഇങ്ങനെ. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ടെയിൽ ലാമ്പ് ഒന്ന് ജസ്റ്റ് മാറ്റിയിട്ട് നമ്മൾ ചേതക്കിൻ്റെ ലുക്ക് ആയപ്പോഴത്തേനും ആ ഒരു ലാമ്പാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഗൈസ്, ഈ ഒരു വണ്ടിയുടെ ഇത്രയും ഡീറ്റെയിലിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ഡീറ്റെയിൽ ഓഫ് ടച്ച് എന്ന് പറയുന്നൊരു ഷോറൂമിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഇതുപോലെ ചെയ്യണമെങ്കിൽ ഈ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതുപോലെ വണ്ടി പുട്ടിയൊക്കെ ഇട്ട് സെറ്റാക്കി ഇറക്കാവുന്നതായിരിക്കും. അപ്പോൾ ഏതായാലും അടിപൊളിയാണ് അവരുടെ വർക്കും, അവരുടെ ഒരു എല്ലാ കാര്യങ്ങളും നീറ്റ് ആൻഡ് ക്ലീനാണ്, ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് അവരുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാം. അപ്പോൾ അവരുടെ ഒരു ഷോറൂമിൽ ചെന്ന് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇതൊക്കെ ചെയ്ത് തരും. പിന്നെ സെറാമിക് കോട്ടിങ്, മറ്റ് കോട്ടിങ്, പോളിഷ്, എല്ലാ അക്സസറീസ് ഉൾപ്പെടെ അവരുടെ ഷോപ്പിൽ ഉള്ളതാണ്. അപ്പോൾ ഏകദേശം ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ബൈ.